കാർഗിൽ വാർ 99 നടക്കുമ്പോൾ അന്ന് സ്റ്റോക്ക് മാർക്കറ്റ് 10% വിത്തിൻ എ ഡേയ്സിൻ്റെ അകത്ത് കറക്റ്റ് ചെയ്തത്. ഇന്ത്യയിലൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഗ്ലോബലി വില പിന്നെയും മുകളിലോട്ട് പോകാനായിട്ടുള്ള സാഹചര്യമുണ്ട്. നമ്മളെല്ലാവരും പേടിക്കണ്ട, പക്ഷേ ഇത് ശരിക്കും എനിക്കൊരു പേടിയുണ്ട്. നമ്മുടെ ടോപ്പ് 100 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സ്റ്റോക്സ് ഇപ്പോഴും ആ ഒരു സ്ട്രെങ്ത് കാണിക്കുന്നുള്ളൂ. ബാക്കി ആരും ആ ഒരു വലിയ രീതിയിൽ ഈ ഒരു പാർട്ടിസിപ്പേഷനിലോട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ റീറ്റെയിലേഴ്സ് പേടിച്ച് സ്റ്റോക്കുകൾ സെല്ല് ചെയ്ത് വെക്കാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. ഇത് പോസിബിലിറ്റിയാണ്, ഇതൊരു അവസരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മാർക്കറ്റ് ഒന്ന് കഷ്ടപ്പെട്ട് പിടിച്ച് കയറി വന്നപ്പോൾ അടുത്ത ഇഷ്യൂ അല്ലേ, നമുക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ് പെഹൽഗാമിൽ നടന്നത്. അതായത് ഒന്നും അറിയാത്ത സാധാരണക്കാരെ ടെററിസ്റ്റ് അറ്റാക്ക് വരുന്നു എന്നുള്ളതാണ്. വിലപ്പെട്ട 27 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ മൊത്തത്തിൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പല പ്രാവശ്യവും ഇന്ത്യയിൽ ടെററിസ്റ്റ് അറ്റാക്കുകൾ ഉണ്ടാകുകയും മാർക്കറ്റിൽ വലിയ കറക്ഷൻസ് സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനെയാണ്. ഇതിപ്പോൾ ടെററിസ്റ്റ് അറ്റാക്കാണ്, നമുക്ക് വേദന അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇതല്ലെങ്കിൽ മറ്റ് പല ഇഷ്യൂസും ഇങ്ങനെ വരും, പോസിറ്റീവ് ഇഷ്യൂസ് വരും, പോസിറ്റീവ് കാര്യങ്ങൾ നെഗറ്റീവ് കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അത് ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂവിനെ കൂടുതൽ വൈകാരികമാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഉറപ്പാണ് ഇതിനുള്ള തിരിച്ചടികൾ കൊടുക്കും എന്ന് തന്നെയാണ് ഗവൺമെൻറ് നമുക്ക് പറയുന്ന അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലൂടെയാണ് പോകുന്നത്. നമ്മൾ സംസാരിക്കേണ്ട ആദ്യത്തെ കാര്യം, ഇന്ത്യ പാകിസ്ഥാൻ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് പോസിറ്റീവിനേക്കാൾ കൂടുതൽ പക്ഷെ നമുക്കും നെഗറ്റീവാണ്. നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാർ നടന്നപ്പോൾ ആരും അതിൽ നിന്ന് നേട്ടം ഉണ്ടാക്കിയിട്ടില്ല, വിജയിച്ചവർ പോലും പ്രോപ്പറായിട്ടൊരു നേട്ടം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് പീസ്ഫുള്ളായിട്ട് തന്നെയാണ് പോകേണ്ടത്. പക്ഷേ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നമുക്ക് അടിച്ചമർത്തേണ്ടിയിരിക്കുന്നു, തീവ്രവാദി ക്യാമ്പുകൾ നമ്മൾ നശിപ്പിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ള വാണിങ്ങൾ കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നു. അതൊക്കെ നമ്മുടെ ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിലോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം പാകിസ്ഥാനും ഇന്ത്യയും ഒരു ആണവ ശക്തിയാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ ഗാസയും ഇസ്രായേലും യുദ്ധം ചെയ്യുന്ന പോലെയല്ല ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ചെയ്താൽ ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ പാപ്പരായിട്ടുള്ള ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ പരാജയപ്പെട്ട ഒരു രാജ്യമാണെങ്കിലും അവരൊരു ന്യൂക്ലിയർ ബോംബ് കയ്യിലുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പോകുന്നൊരു സാഹചര്യങ്ങളിൽ അവർക്കത് ഉപയോഗിക്കേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ 45-ന് ശേഷം ആദ്യമായിട്ടൊരു ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കുന്ന സിറ്റുവേഷനിലേക്കൊക്കെ പോകും. അപ്പോൾ അതിനകത്തേക്കൊന്നും പോവില്ല. അപ്പോഴേക്കും വലിയ ലോകരാജ്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇടപെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല ഇനി അങ്ങനത്തെ ഒരു യുദ്ധത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അധികം നാളൊന്നും പാകിസ്ഥാനിൻ്റെ കൂടെ കറണ്ട് സിറ്റുവേഷനിൽ പിടിച്ച് നിൽക്കാനും സാധിക്കില്ല. കാരണം നമ്മളിപ്പോൾ അത്രയും വലിയൊരു രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞു. പക്ഷേ ഇത് സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. യുദ്ധം ഉണ്ടാവണമെന്ന് പോലുമില്ല, യുദ്ധം ഉണ്ടാകും എന്നുള്ളൊരു സൂചന ഉണ്ടായ പോലും അത് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും. കാർഗിൽ വാർ 99 നടക്കുമ്പോൾ അന്ന് സ്റ്റോക്ക് മാർക്കറ്റ് 10% വിത്തിൻ എ ഡേയ്സിൻ്റെ അകത്ത് കറക്റ്റ് ചെയ്തത്. അത് തിരിച്ചു വരാനായിട്ട് മാർക്കറ്റിന് തിരിച്ചു വരാനായിട്ട് 4 to 5 months ഇന്ത്യ അതിൻ്റെ അകത്തൊരു അപ്പർ ഹെഡ് എടുത്തതിന് ശേഷമാണ് സ്റ്റോക്ക് മാർക്കറ്റ് തിരിച്ച് വന്നത്. അപ്പോൾ ഇതിനു മുൻപും ഇതുപോലുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ ബോർഡർ കടന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ സമയത്ത് 2-3% കറക്ഷൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. വിത്തിൻ ഡേയ്സിനുള്ളിൽ തന്നെ അത് ഓക്കെ ആയി. അപ്പോൾ ഇവിടെ അതുപോലൊരു കറക്ഷൻ കഴിഞ്ഞ ദിവസം നമുക്കൊരു 1.5% കറക്ഷൻ മാർക്കറ്റ് കണ്ടു. മാർക്കറ്റ് ഇന്നലെ തന്നെ അതൊരുവിധമൊക്കെ റിക്കവർ ചെയ്തു. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിളിച്ചു പറയലുകളല്ലാത്ത എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഈ ഒരു കേസിൽ ഉണ്ടാകുമോ എന്ന് മാത്രം നമ്മൾ ഇനിഷ്യൽ കേസിൽ പേടിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു വ്യൂ. പക്ഷേ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ പാകിസ്ഥാനായിട്ട് നമുക്ക് ഒരു രീതിയിലുള്ള എന്താ പറയുക വ്യാപാരങ്ങൾ നടത്തുന്നില്ല. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെയാണ് ആലോചിച്ചു, ഒരു യുദ്ധത്തിലോട്ട് സാഹചര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പല സെക്ടേഴ്സിനെ ഇത് പോസിറ്റീവായിട്ടും പല സെക്ടേഴ്സിനെ ഇത് നെഗറ്റീവായിട്ടും ബാധിക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ ശക്തികളിലൊന്നാണ് ഇന്ത്യ. ആ ഇന്ത്യയിലൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഗ്ലോബലി ഗോൾഡിൻ്റെ വില പിന്നെയും മുകളിലോട്ട് പോകാനായിട്ടുള്ള സാഹചര്യമുണ്ട്. മാത്രമല്ല ആലോചിച്ചു, ഇന്ത്യയിലൊരു യുദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എനിവേസ് അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ സാധാരണക്കാരെന്തായിരിക്കും ഏറ്റവും കൂടുതൽ വാങ്ങി വയ്ക്കുന്നത്? നിത്യോപകരണ FMCG സെക്ടറിൽ ചിലപ്പോൾ ഒരു ബൂസ്റ്റ് ചിലപ്പോൾ ഉണ്ടായേക്കാം. മാത്രമല്ല ഡിഫൻസ് സെക്ടറിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് ഉണ്ടായേക്കാം. നമ്മൾ എവിടെയായിരിക്കും സ്പെൻഡ് കുറയ്ക്കുക? നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഇൻഫ്രാസ്ട്രക്ചറിൽ സ്പെൻഡ് കുറയ്ക്കും. ഈ പറയുന്ന റോഡ്, റെയിൽവേ അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറുകളിലുള്ള സ്പെൻഡ് കുറച്ചുകൊണ്ട് കൂടുതൽ ഡിഫൻസ് സെക്ടറിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. നമ്മുടെ പല വികസന പ്രവർത്തനങ്ങളും നമ്മൾ ടെമ്പററി ആയിട്ടെങ്കിലും നിർത്തിവെക്കുന്ന സാഹചര്യങ്ങൾ വരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ കറക്ഷൻസ് വരും എങ്കിലും ഡിഫൻസ് സെക്ടറിൽ ഒരു പക്ഷേ ഇതുകൊണ്ടൊരു പോസിറ്റിവിറ്റി വന്നേക്കാം. അതൊക്കെ വെറും ടെമ്പററി ആണ്. പക്ഷേ എനിക്ക് ഇന്ത്യ മറ്റേ
അവർക്ക് വെള്ളം കൊടുക്കുന്ന ആ ഒരു പദ്ധതി കരാർ, നമ്മൾ ആ കരാറിൽ നിന്ന് എനിക്ക് തോന്നുന്നു അത് ഇന്ത്യ ഒരു കാരണം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുന്ന പോലെ ആണ് ഇന്ത്യ ഇതിനു മുമ്പ്. ഇന്ത്യക്ക് അത് ആ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഹിമാലയൻ നദികളിൽ നിന്നുള്ള വെള്ളത്തിൽ നിന്നാണ് ഈ പറയുന്ന പാകിസ്ഥാനിലെ ഏറ്റവും വലിയ കൃഷി നിലനിൽക്കുന്നത്. കൃഷിയാണ് അവിടുത്തെ GDPയുടെ മേജറായിട്ട് ഓഫ് ചങ്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൃഷിയിൽ എന്തെങ്കിലും സംഭവിച്ചു, നമുക്ക് എല്ലാ മാസമൊന്നും ഈ വെള്ളം പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. മൺസൂൺ വരുമ്പോൾ നമുക്ക് എത്ര അണ കെട്ടിയാലും ഈ വെള്ളം പാകിസ്ഥാനിലോട്ട് ഒഴുക്കി വിടാനേ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ വിൻ്റർ വരുമ്പോൾ മഞ്ഞുരുങ്ങി ഉള്ള വെള്ളം വരുമ്പോൾ അതും അവിടെ വലിയൊരു വാട്ടർ സോഴ്സാണ്. അപ്പോഴും നമുക്ക് ഈ വെള്ളത്തിനെ വഴിതിരിച്ച് വിടാനൊന്നും പറ്റില്ല. നമുക്ക് ഈ ഒരു 3 മാസം അതായത് വേനലിൽ പാകിസ്ഥാന് വെള്ളം കൊടുക്കാതെ പാകിസ്ഥാനെ കഷ്ടപ്പെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ്റെ GDPനെ വലിയ രീതിയിൽ ബാധിക്കുകയും അവിടുത്തെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ക്ഷാമം നേരിടുകയും ചെയ്യും. ഇത് പാകിസ്ഥാൻ്റെ സാധാരണ ജനങ്ങൾ അവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ തിരിയാനും അങ്ങനെ ഇന്ത്യ വിരുദ്ധതയ്ക്ക് പകരം പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം വരും. പക്ഷെ അതെങ്ങനെയൊക്കെയാണ് ഇന്ത്യക്ക് അതുകൊണ്ടൊരു പോസിറ്റിവിറ്റി ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യയായിട്ടൊരു കോംപ്രമൈസിലോട്ട് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് പകരം കൂടുതൽ വിദ്വേഷമാണ് വരുന്നതെങ്കിൽ അതുകൊണ്ട് കൂടുതൽ ബാഡ് എഫക്ട്സുകൾ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഈ ഒരു ഭീകരാക്രമണത്തിൻ്റെ പിന്നിൽ ശരിക്കും പാകിസ്ഥാൻ തന്നെയാണെന്ന് ഉള്ളത് ഉറപ്പാണ്. അതിനകത്ത് എന്താ ഡൗട്ടോ? അതിൻ്റെ അകത്ത് ഒരു ഡൗട്ടൊന്നുമില്ല. അവരങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തതാവാനുള്ള ചാൻസ്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണ്. പാകിസ്ഥാൻ നേരിട്ട് യുദ്ധം ചെയ്യാൻ മടിയുള്ളത് അല്ലെങ്കിൽ ധൈര്യമില്ലാത്തതുകൊണ്ട് ഇൻഡയറക്റ്റ് രീതിയിലാണ് പാകിസ്ഥാൻ ഇന്നും യുദ്ധം ചെയ്തിട്ടുള്ളൂ. ഇതിൽ ഏറ്റവും വലിയൊരു തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ നമ്മളൊരു കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കാശ്മീർ ട്രിപ്പ് മിക്കവാറും പാരൻസ് സമ്മതിക്കില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഈ ഇഷ്യൂവിൻ്റെ ഏറ്റവും. നമ്മളെപ്പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ മാസങ്ങളിൽ ഇപ്പോൾ മെയ് ജൂൺ വെക്കേഷനാണ്. ഈ മെയ് ജൂണിൽ കാശ്മീർ സന്ദർശിക്കാനിരിക്കുകയാണ്. 4 വർഷക്കാലമായിട്ട് കാശ്മീരിൽ വലിയ ഇഷ്യൂസൊന്നുമില്ല. കാശ്മീരിലെ ടൂറിസം ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ സാധാരണക്കാരൻ്റെ കഞ്ഞി മുട്ടിക്കുന്ന രീതിയാണ് ബിസിനസ്സുകളൊക്കെ ആ ഒരു. അതുകൊണ്ടാണ് ഈ തവണ കാശ്മീരിൽ ഇതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. അവിടുത്തെ ജനങ്ങൾ ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാശ്മീർ ആദ്യമായിട്ട് അല്ലെങ്കിൽ വളരെ വളരെ കുറവുള്ള രീതിയിൽ മാത്രം ഇന്ത്യ അനുകൂല പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ കാശ്മീരിൽ ഈ തവണ തീവ്രവാദികൾക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. ഇതിനെതിരെ വലിയ രീതിയിൽ അപലപിച്ചത് അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയാണ്. ഇത് ഒരു പോസിറ്റിവിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ഇനിയും തീവ്രവാദികൾക്ക് തുഴഞ്ഞു കയറാൻ ഒരു അവസരം കാശ്മീർ കൊടുക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. കാര്യങ്ങളെല്ലാം പഴയ രീതിയിലോട്ട് വരട്ടെ. നമ്മൾ ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള നെഗറ്റിവിറ്റി വരുന്നത്. നമ്മുടെ മാർക്കറ്റ് വലിയ റിക്കവറി നടത്തി നിൽക്കുകയാണ്. ആശങ്കയിലാണ് യുദ്ധം കാരണം. എല്ലാവരും ചിലപ്പോൾ റീറ്റെയിലേഴ്സ് പേടിച്ച് സ്റ്റോക്കിൽ സെല്ല് ചെയ്ത് വെക്കാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. ഇത് പോസിബിലിറ്റിയാണ്, ഇതൊരു അവസരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മാർക്കറ്റിൽ വലിയ കറക്ഷനൊന്നും ഇല്ലാതെ ടക്കേന്ന് പറഞ്ഞിട്ട് തിരിച്ചു കയറിയ മാർക്കറ്റിൽ എൻട്രി ചെയ്യാൻ പലർക്കും ഒരു എൻട്രി കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വളരെ സ്ട്രെങ്ത് ഉള്ള കുറച്ച് പോക്കറ്റ്സ് ഉണ്ട്. നമ്മൾ എപ്പോഴും വീണ്ടും പറയുന്ന ബാങ്കിങ്, ഫിനാൻസ് സെക്ടേഴ്സിൽ നമുക്ക് ഒരു പുൾ ബാക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് എൻട്രി ചെയ്യാം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഫിനാൻസ് സെക്ടറിൽ നിന്ന് ചെറിയ ഫണ്ട് ഫ്ലോ IT സെക്ടറിലോട്ട് മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അല്ല, കഴിഞ്ഞ 2 ദിവസവും അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 3-4% IT റിക്കവർ ചെയ്തിരുന്നു. അപ്പോൾ ബാങ്കിങ്ങിൽ നിന്ന് ചെറിയൊരു ഒഴുക്ക് ഐറ്റിയിലോട്ട് FIs അടുപ്പിച്ച് കുറേ ദിവസങ്ങൾ തിരിച്ച് ബൈ ചെയ്തു എന്നുള്ളൊരു പോസിറ്റീവാണ്. അത് ചില്ലറ ബൈ ഒന്നുമല്ല, നല്ല രീതിയിൽ അവർ ബൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ FIs തിരിച്ച് വന്നോ എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ട്രെൻഡ് നിലനിൽക്കുമോ, ഇതിനെ ഓവർകം ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ട്രെൻഡ് നിലനിൽക്കുമോ എന്നുള്ള കാര്യത്തിന് എനിക്ക് അത്ര വലിയൊരു 100% ഉറപ്പൊന്നും ഇല്ല. അങ്ങനെ പറയാനുള്ള റീസൺ, ഈ റിക്കവറിയിൽ എല്ലാ സെക്ടേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഇപ്പോഴും നമ്മൾ ടെക്നിക്കൽ അനാലിസിസിലോട്ട് വരുമ്പോൾ നിഫ്റ്റി 200 മൂവിങ് ആവറേജിൻ്റെ മുകളിൽ 6 days ആയിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇതൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. എന്നാൽ എല്ലാ ഏരിയയോ അങ്ങനെയല്ല. ഇപ്പോൾ നിഫ്റ്റിയിലെ ടോപ്പ് 100, നമ്മുടെ ടോപ്പ് 100 സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സ്റ്റോക്സ് ഇപ്പോഴും ആ ഒരു സ്ട്രെങ്ത് കാണിക്കുന്നുള്ളൂ. ബാക്കി ആരും ആ ഒരു വലിയ രീതിയിൽ ഈ ഒരു പാർട്ടിസിപ്പേഷനിലോട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെൻഡ് എത്ര നാളും നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. Q4 റിസൾട്ടുകൾ അത്ര പോസിറ്റീവ് അല്ല. അപ്പോൾ നമ്മുടെ P റേഷ്യോ വീണ്ടും ഭയങ്കരമായിട്ട് കയറിപ്പോയിട്ടുണ്ട്. മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്ത് കൂടണം,
ഏണിങ്സ് കൂടണം, EPS കൂടണം. ഏണിങ്സ് കൂടുന്നില്ല എന്നുള്ളതാണ് എന്നെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം. ഏണിങ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ചിലപ്പോൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തേക്കാം. എനിക്ക് തോന്നുന്നത് മാർക്കറ്റിൽ പയ്യെ സ്ട്രെങ്ത് ഉണ്ടാക്കുന്നുണ്ട്. Q1 വേണ്ടിയാണ് ഇനി മാർക്കറ്റ് വെയിറ്റ് ചെയ്യുന്നത്. Q4 പ്രതീക്ഷകളൊക്കെ മാർക്കറ്റിന് കുറഞ്ഞു തീർന്നു എന്നുള്ളത് തന്നെയാണ്. Q1 വരുമ്പോൾ Q1 പോസിറ്റീവ് റിസൾട്ടുകൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് കൂടുതൽ ട്രെൻഡുകൾ തന്നേക്കാം. അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. 2025 ആദ്യത്തെ 3 to 4 മാസം വളരെ സംഭവ ബഹുലമായിരുന്നുവെങ്കിൽ ഇനി അങ്ങോട്ട് ചിലപ്പോൾ വലിയ ജീവനില്ലാത്ത, വലിയ അനക്കമില്ലാത്ത ഒരു ചെറിയ കൺസോൾട്ടേഷൻ പീരീഡ് തരുന്ന മാർക്കറ്റ് ആകാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ പറയുന്നുണ്ടായിരുന്നു 25 മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു സൈഡ് വൈസ് മാർക്കറ്റ് തന്നെയായിരിക്കും. പക്ഷേ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ ഒരു ബാക്കി കിടക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഇത് ഈ ഒരു റീസൺ കൊണ്ട് ഇപ്പോൾ ഇന്നലത്തെ ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു പുൾ ബാക്ക് കിട്ടിയിട്ടുണ്ട്. മീൻസ് ഒരു വിക്ക് കൂടുതലുള്ള ഒരു ഡേ ക്യാൻഡിലാണ് വന്നത്. അപ്പോൾ അങ്ങനത്തെ ക്യാൻഡിലുകൾ സ്ട്രെങ്ത് ഉണ്ടാക്കും എന്നാണ്. ഒരു നല്ല റാലി വരുമ്പോൾ ഒരു WRC വൈഡ് റേഞ്ച് ആയിട്ടുള്ള മറോസ് പോലത്തെ ക്യാൻഡിലുകളും ഹാമർ പോലുള്ള ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്ന ക്യാൻഡിലുകൾ മാറി മാറി വരണം. അപ്പോൾ അതിൻ്റെ ഒരു സൂചന നിഫ്റ്റി തന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ശരിക്കും ആളുകൾ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് എൻ്റർ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ. കാരണം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ഒരു കൺഫേം ആയിട്ടുള്ള ഇവിടെ പോയി എൻ്റർ ചെയ്യാൻ എല്ലാവർക്കും ഒരു പേടിയുണ്ടാവും. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ഇന്ത്യ പാക് ഇഷ്യൂവിൻ്റെ പേരിൽ മാർക്കറ്റിൽ ഒരു ചെറിയ കറക്ഷൻ വരികയാണെങ്കിൽ അതൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ബെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എവിടെ ചെയ്യണം? ഇപ്പോൾ റാലി നടത്തുന്ന ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സെക്ടേഴ്സിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ 24,000 മുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്തൊരു മാർക്കറ്റാണ്. കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ 24 താഴെ ആണ്, താഴേക്ക് മാർക്കറ്റ് തിരിച്ചു വന്നു. ഞാൻ പറയാം, പുൾ ബാക്ക് സംഭവിച്ചു. എനിക്ക് ആ ഒരു ഫാള് ഫസ്റ്റ് ക്യാൻഡിൽ വന്ന് ഒറ്റ ഫാള് അല്ലേ നിഫ്റ്റിയിൽ, ആ ഒരു ഫാളിലൊക്കെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയ ഒരുപാട് പേരുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിൽ മാർക്കറ്റ് ഗ്രാബ് ചെയ്ത് മുകളിലേക്ക് വരാനായിട്ട് ട്രൈ ചെയ്തു. അപ്പം ഈ ഒരു വാറിഷ്യൂ കാരണം കുറച്ച് നാൾ സൈഡ് വേസ് നിന്ന് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ആണ് സുനിൽ കാണുന്നത്. അതോ ഞാൻ ഈ പറഞ്ഞ പോലെ നിഫ്റ്റി മാത്രമല്ല, നിഫ്റ്റി 500-ഉം നിഫ്റ്റി 200-ഉം ഈ 200 മൂവിംഗ് ആവറേജിൻ്റെ മുകളിൽ ആണ് എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഗ്രാജുവലി ഇവിടെ തന്നെ എന്ത് ചെയ്യാം, സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതകളാണുള്ളത്. ഇപ്പോൾ നമ്മൾ തിരിച്ചു വന്നതുപോലെ അത്രയും ഫാസ്റ്റായിട്ടുള്ള ഇനി അങ്ങോട്ടൊരു ട്രെൻഡ് ഉണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഈ ഒരു കാര്യം നിൽക്കുന്നതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഇന്ത്യ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് പോകും. ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ട് നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ സംസാരിച്ച ഒരാളുണ്ട്, നമ്മൾ ജൂനിയർ മൈൻഡ്രേക്ക് എന്ന് വിളിച്ച നമ്മുടെ വൈസ് പ്രസിഡന്റ്. പുള്ളി എവിടെ പോയി? പുള്ളിനെ കുറിച്ചുള്ള ന്യൂസ് പോലും ആരെങ്കിലും കേട്ടോ? പിന്നെ അതായത് അതൊരു ഇവന്റ് പോലും അല്ലാതെ പുള്ളിയുടെ അനൗൺസ്മെന്റുകൾ മാർക്കറ്റിന് ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂവിൻ്റെ അകത്ത് മുങ്ങിപ്പോയി എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഞാൻ പലതും അന്വേഷിച്ചിട്ട് പുള്ളിയുടെ അനൗൺസ്മെൻറ്റുകൾ പോലും കൃത്യമായിട്ട് കണ്ടില്ല. പുള്ളി എന്തൊക്കെ അനൗൺസ് ചെയ്തു നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കും, നമുക്കത് ചെയ്യാം. അപ്പോൾ പുള്ളി മാൻഡ്രേക്ക് ആണോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ പോഡ്കാസ്റ്റ് നിർത്തിയത്. പുള്ളി കാലുകുത്തി കാശ്മീരിൽ ഇഷ്യൂ ഉണ്ടായി, തീർച്ചയായിട്ടും മാർക്കറ്റ് ക്രാഷ് ചെയ്തു ഒരു ദിവസം. പക്ഷെ മാർക്കറ്റ് വലിയതായിട്ട് ക്രാഷ് ചെയ്തില്ല. പുള്ളി മാൻഡ്രേക്ക് ആണെന്നുള്ള കാര്യത്തിൽ ഒരു 50% ഉറപ്പ് ഏകദേശം വന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് നോക്കാം. എനിവേസ്, അപ്പം മാർക്കറ്റ് ഈ കൗണ്ടേഴ്സുകളെല്ലാം ഫില്ല് ചെയ്ത് ഒരു ബുള്ളിഷ് സ്ട്രക്ചർ ബിൽഡായേ വരുന്നുള്ളൂ. ഈ കൗണ്ടറുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് സ്ട്രക്ചർ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗ്രാജുവലി നിഫ്റ്റി ഓൾ ടൈം ഹൈയിലോട്ട് വന്നേക്കാം നെക്സ്റ്റ് 6 മന്തിനുള്ളിൽ. അതിനുള്ള സമയമൊക്കെ ഉണ്ട്. അതിനുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ പോസിറ്റീവ് ആവണം, ഏണിങ്സുകൾ കൂടണം. അടുത്ത 2 ക്വാർട്ടറിനുള്ളിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. സെൽ ഇന്ത്യ ബൈ ചൈന എന്നുള്ള ട്രെൻഡ് അവസാനിച്ച് ഇപ്പോൾ ബൈ ഇന്ത്യ സെൽ ചൈന എന്നുള്ള ട്രെൻഡ് വന്നു. മാത്രമല്ല ട്രംപ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. ട്രംപ് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള കൂടുതൽ സാഹചര്യങ്ങൾ കൊണ്ടുവന്നു. ഡോളർ ഇൻഡെക്സ് താഴെ വന്നു എന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ FIs തിരിച്ചു വന്നത്. ഗ്ലോബലി ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഈ സിറ്റുവേഷൻ ഇന്ത്യ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും ഇനി അങ്ങോട്ടുള്ള ഒരു മൂവ്മെൻറ്റ്. വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ എന്നാൽ പാകിസ്ഥാനുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചടികൾ കൊടുക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ്റിന് സാധിക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ അജിത് ഡോവലും ജയശങ്കർ പോലുള്ള ആൾക്കാരൊക്കെ അതിന് ഉള്ള കേപ്പബിലിറ്റീസ് ഉണ്ട്. അവരത് കാണിക്കും. ആ 2 പേഴ്സണിൽ വളരെ
എന്താ പറയുക, അവർ രണ്ടാളാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നമ്മൾ ഫേസ് നമ്മൾ കാണുന്ന മോദിയും അമിത്ഷയൊക്കെ ആണെങ്കിലും അവിടെ ചക്രം തിരിക്കുന്നത് ഇവർ രണ്ടാളുമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് സുനിലിനോട്. ഉറപ്പായിട്ടും അവർ അത്രയും വലിയ ഡിപ്ലോമാറ്റ്സ് ആണ് ആ കാര്യത്തിൽ. ഇപ്പോൾ അജിത് ഡോവൽ ആണെങ്കിലും അല്ലെങ്കിൽ ജയശങ്കർ ആണെങ്കിലും അതുകൊണ്ടാണ് അവർ നൈസായിട്ട് മന്ത്രിസ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ അജിത് ഡോവൽ മന്ത്രിയല്ല, ജയശങ്കറിനെ മന്ത്രി, അതായത് ഒരു IFS ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് മന്ത്രിസ്ഥാനം കൊടുത്ത് ആ ഒരു കീ റോള് കൊടുത്തത് എന്തുകൊണ്ടാണ്? ഹീസ് കേപ്പബിൾ എന്നുള്ളത് കൊണ്ടാണ്. അത് തന്നെയാണ് BJP നിലനിന്ന് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം. അപ്പോൾ മറ്റാൾക്കാർ ഇത്തരത്തിലുള്ള IAS IPS ആൾക്കാർ രാഷ്ട്രീയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒതുക്കുമ്പോൾ, പിന്നെ കേരളത്തിലൊക്കെ നമ്മളത് കാണുന്നതാണ്, ഒതുക്കി ഒരു മൂലയ്ക്ക് ഇരുത്തുമ്പോൾ രാഷ്ട്രീയത്തിൽ വരാത്ത IAS IPS പോലുള്ള വലിയ പ്രഗത്ഭരെ വിളിച്ചുകൊണ്ടുവന്ന് മന്ത്രിസ്ഥാനത്ത് ഇരുത്തുക. അവിടെയല്ലേ ഒരു ഗവൺമെൻറ് ഇതാവുന്നത്. അങ്ങനെയുള്ള ഗവൺമെൻറ്റുകൾ അവർ നിലനിൽക്കാനുള്ള, അവരിപ്പോൾ എന്തൊക്കെ തെറ്റ് ചെയ്ത്, എത്രയൊക്കെ ബാഡ് ഇമേജ് ഉണ്ട്, എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ചില പോയിന്റുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അത് ഇന്ത്യക്ക് ഗുണം ചെയ്യും ലോങ് റണ്ണിൽ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഇഷ്യൂ ഇവർ ഹാൻഡിൽ ചെയ്യുന്ന രീതി കണ്ടാൽ പോലും അത് നമുക്ക് വളരെ കൃത്യമായിട്ടാണ്, നമുക്കൊരു പോളിസി ഉണ്ട്, നമ്മൾ ആരെയും കയറി അങ്ങോട്ട് ആക്രമിക്കില്ല എന്നുള്ളൊരു പോളിസി ഉണ്ട്. ഈ പോളിസി തന്നെയായിരിക്കും ഇന്ത്യ ഇനിയും നിൽക്കുക. ഇന്ത്യ ഒരു വാറിലോട്ട് പോകണമെങ്കിൽ, നമുക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ? മാക്സിമം പ്രകോപിപ്പിച്ച് അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചിട്ടേ നമ്മൾ കയറി അറ്റാക്ക് ചെയ്യത്തുള്ളൂ. സോ നമുക്ക് ആവശ്യത്തിനുള്ള ഡിഫൻസിനും അറ്റാക്കിനുള്ള സമയമൊക്കെ നമുക്ക് അവിടെ കിട്ടും. നമ്മൾ എല്ലാ മിലിറ്ററി ക്യാമ്പുകളും എല്ലാ മിലിറ്ററി ബേസുകളിലും കഴിഞ്ഞ 2 ദിവസമായിട്ട് മിലിറ്ററി ഷോകൾ നടക്കുകയാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ റാഫേലൊക്കെ കിട്ടിയിട്ട് ഇതുവരെ വലിയ കാര്യമായിട്ട് നമ്മൾ അറ്റാക്കിനൊന്നും പോയിട്ടില്ല. അപ്പോൾ റാഫേൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. നമ്മുടെ INS വിക്രാന്ത് അറബിക്കടലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതായത് വലിയ യുദ്ധം വന്നാൽ നിങ്ങൾ ഒന്നുമല്ല എന്ന് നമ്മൾ അവരെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വെറുതെ തോണ്ടാൻ നിൽക്കണ്ട, ഞങ്ങൾ പിടിച്ച് മാന്തിക്കളയും എന്ന് ഇന്ത്യ പറയാതെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ മിലിറ്ററി ക്യാമ്പുകളിലും നമ്മുടെ എല്ലാ സീ ഏരിയകളിലും നമ്മൾ പ്രാക്ടീസുകൾ, ഷോസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതവർ കൃത്യമായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതാണ് ഇന്ത്യയിൽ ഇപ്പോൾ കറൻ്റ്ലി നടക്കുന്നത്. ഇത് കൃത്യമായിട്ടുള്ള വാണിംഗ് ആണ്. ഈ രീതിയിൽ പ്രതികരിക്കുകയാണ് ഇന്ത്യ ശരിക്കും ചെയ്യേണ്ടത്. ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള വാറിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, പോകാനുള്ള ടീമും ഇല്ല. നമ്മൾ തുല്യരോടെങ്കിലല്ലേ നമ്മൾ മത്സരിക്കുന്നത്. ഇതിപ്പോൾ ആരോട് പോയി മത്സരിക്കാനാണ്? അപ്പോൾ മാർക്കറ്റിൽ ചെറിയ റിയാക്ഷൻസ് ഇതുകൊണ്ട് ചിലപ്പോൾ വന്നേക്കാമെങ്കിലും ആരും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാവരും പേടിക്കേണ്ട. പക്ഷേ ഇത് ശരിക്കും എനിക്കൊരു പേടിയുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്, കാരണം വാറാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറയുന്ന ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിലോട്ട് പോയി കഴിഞ്ഞാൽ 10-15% കറക്ഷൻസ് വന്നേക്കാം. പക്ഷെ ക്വിക്കായിട്ടുള്ള റിക്കവറി അവിടെ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം രണ്ടാളും ഈ പറയുന്ന ന്യൂക്ലിയർ രാജ്യങ്ങളായതുകൊണ്ട് ചൈനയും അമേരിക്ക അതിൻ്റെ അകത്ത് ഇടപെട്ടുകൊണ്ട് അതിനെ എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഇടപെടും. ഈ പറയുന്ന റഷ്യ യുക്രൈൻ വാർ പോലെയോ അല്ലെങ്കിൽ ഇസ്രായേൽ ഗാസ വാർ പോലെയോ ഒന്നും ആവില്ല അത്. കാരണം അവിടെയൊക്കെ ഇസ്രായേലിലും മാത്രമാണ് ഒരു അണുവായുധം ഉള്ളത്, ഗാസ വെറും കുഞ്ഞു രാജ്യമാണ്. അവിടുത്തെ ഉക്രൈൻ്റെയിൽ എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഓക്കെ ഫൈൻ, അതിൻ്റെ അകത്ത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഉക്രൈൻ്റെയിൽ ഇല്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പക്ഷേ റഷ്യയുടെ ആവശ്യത്തിന് ഐറ്റംസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരെണ്ണം ഭയങ്കര കുഞ്ഞിതായിരുന്നു. പക്ഷേ ഇവിടെ പാകിസ്ഥാൻ ചെറുതാണെങ്കിലും ഈ ന്യൂക്ലിയർ ബോംബ് അവർക്കിടയിൽ ഉണ്ടെന്നുള്ളത് എപ്പോഴും നമുക്കൊരു ത്രെട്ട് തന്നെയാണ്. നമ്മൾ അങ്ങനൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിലും ഇങ്ങനൊരു കാര്യം, നമ്മൾ എപ്പോഴും ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി വെക്കുന്നത് ആ രാജ്യത്തെ ആരും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സമാധാനം ഇങ്ങനെ പോകുന്നതിൽ അതിന് ഒരു വലിയ പങ്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ യുദ്ധങ്ങളൊന്നും വരാതിരിക്കട്ടെ, ഈ ഒരു ഇത് ഇങ്ങനെ മാറിപ്പോകട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഇനി അറ്റാക്സ് ഒന്നും വരാതിരിക്കട്ടെ, നിരപരാധികളുടെ ജീവൻ പോവാതിരിക്കട്ടെ തന്നെ പ്രാർത്ഥിക്കാം. നമ്മുടെ പട്ടാളക്കാരും ഇതിന് സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ കയറി അറ്റാക്ക് ചെയ്യുമ്പോഴും കഴിഞ്ഞ ദിവസം ഒരാളെ പാകിസ്ഥാൻ പിടിച്ചു വയ്ക്കുന്നു, നമ്മുടെ ഒരു BSF ഉദ്യോഗസ്ഥനെ പിടിച്ചു വയ്ക്കുന്നു, നമ്മുടെ 2 മിലിറ്ററി ഉദ്യോഗസ്ഥരവിടെ വീണ്ടും ജവാന്മാർ മരിക്കുന്നു. ഇതൊക്കെ നമുക്ക് നഷ്ടങ്ങൾ തന്നെയാണ്. ജവാന്മാരെന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ്. അവർ നമുക്ക് വേണ്ടിയാണ് മരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. സമാധാനമാണ് നമുക്ക് വേണ്ടത്, പീസാണ് വേണ്ടത് എന്ന് വെച്ചുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കാനും പറ്റില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത്രയൊക്കെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫർദർ ഡെവലപ്മെൻറ്റ് വരുന്നതനുസരിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും അടുത്തൊരു പോഡ്കാസ്റ്റ് വീണ്ടും കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.